السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله المبدع المعيد الهادي صفوة العبيد إلى المسلك السديد. صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനങ്ങൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, സകലമാന കൃത്തടങ്ങളും സോഷ്യൽ മീഡിയ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ ഒരു നവയുഗത്തിൽ ഖുർആൻ ആത്മശമനം എന്ന വിഷയം വളരെയധികം പ്രസക്തിയേറുകയാണ്. സാധാരണ ചരിത്രകാരന്മാരുടേതുപോലെയുള്ള കേവലം ഒരു ചരിത്ര വ്യാഖ്യാനമല്ല വിശുദ്ധ ഖുർആൻ, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ചരിത്ര അവതരണം മനുഷ്യന്റെ ഇടനെഞ്ച് പിടിച്ചു കുലുക്കുന്ന സാരോപദേശമാണ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ കിതാബു അൻസൽനാഹു മുബാറകൻ ഫത്തബിഊഹു വത്തഖുൽ ലഅല്ലകും തുർഹമൂൻ. ഇത് പരിശുദ്ധമായ ഗ്രന്ഥമാണ്, ഇത് ബറകത്ത് മുത്തിയതായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റണേ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ എന്ന് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ രണ്ടാം ധീരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധ ഖുർആനിലെ ത്വഹാ സൂറത്തിന്റെ മാസ്മരികത കൊണ്ട് ഇസ്ലാമിന്റെ സത്യപാതയിലേക്ക് കടന്നു വരികയാണ്. മണിക്കൂറുകളോളം ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ചിലവഴിക്കുന്ന നാം ഖുർആനിൽ നിന്ന് ഒരു പേജ് പോലും ഓതാൻ സമയമില്ല. അവരുടെ മനസ്സിൽ നിന്ന് ഖുർആൻ എടുത്തു കളയപ്പെട്ടിരിക്കുകയാണ്. നാഥൻ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഖുർആൻ കൃത്യമായി ഓതുന്നവരെ നാളെ ഖബറിൽ നിന്നും മഹ്ശറിലേക്ക് വിളിയാളം കേൾക്കുമ്പോൾ ഖബർ പിറക്കുന്ന നേരത്തതാ ഖബറിന്റെ കാൽക്കീഴിലായ ഒരു മനുഷ്യൻ വരും. തലപ്പാവുധാരിയായ ശുഭവസ്ത്രധാരിയായ ആ മനുഷ്യൻ വന്നുകൊണ്ട് എന്നോട് ചോദിക്കുമത്രേ, ഹൽ തഅരിഫുനീ, നിനക്കെന്നെ മനസ്സിലായോ, നിനക്കെന്നെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഖബറാളികൾ പറയുമത്രേ, ഇല്ല. അപ്പോൾ മനുഷ്യൻ പറയുമത്രേ, അന സാഹിബുൽ ഖുർആൻ അല്ലദീ അൽമഅതു ഫിൽ ഗവാജിർ വഅസറതു ഫിൽ ലൈലി ദികാ. നീ പാതിരാത്രി മുഴുവൻ ഉറക്കമയച്ച് ഖുർആൻ വിശുദ്ധ റജബിലും ശഅബാനിലും റമദാനിലും ഖുർആൻ ഓതിയ ഖുർആനാണ് ഞാൻ. അപ്പോൾ അവനക്ക് പേടി വേണ്ട, അവന്റെ ശഫീയായ ഖുർആൻ ഉണ്ടാകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മ്യൂസിക്കും മറ്റും നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച് ഈ ഒരു നവയുഗത്തിൽ ഖുർആനിന്റെ മാധുര്യം നുകരാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.